എപ്പോൾ എൻ്റെ പ്രവചനം പാളുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസം ഞാൻ പറഞ്ഞ ടീമുകൾ ജയിച്ചു. ഇന്ന് മാറി. ഗുജറാത്ത് ടൈറ്റൻസ് കുറച്ച് മേൽക്കോയ്മ ബാറ്റിങ്ങിലും ബോളിങ്ങിലും പഞ്ചാബിനേക്കാൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പഞ്ചാബ് 3 കോടിക്ക് വാങ്ങിച്ചെടുത്ത 22 വയസ്സുകാരൻ കൂപ്പർ കൊനോലി ഇന്നത്തെ ഫസ്റ്റ് വിജയത്തിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് പുള്ളിക്ക് തന്നെ കൊടുക്കണം. പക്ഷേ പീസിങ്ങിൻ്റെ ഇന്നിങ്സും ഇടയ്ക്കൊന്ന് പതറിയത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കഴിഞ്ഞ വർഷത്തെ പർപ്പിൾ ക്യാപ്പ് വിന്നർ പ്രസീദ് കൃഷ്ണ ഇത്ര ലേറ്റായിട്ട് എന്തുകൊണ്ടാണ് ബോളിംഗ് കൊടുത്തതെന്നറിയില്ല. വന്നു 2 ഓവറിൽ 6 റണ്ണിന് 3 വിക്കറ്റ്. ആ സമയത്തെ 3 ഓവറിൽ 11 റണ്ണിന് 4 വിക്കറ്റാണ് പഞ്ചാബിന് നഷ്ടപ്പെട്ടത്. പിന്നെ ജാൻസണും ബാട്ട്ലെറ്റും കൂടെ വന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കളി ഈസി ആയിട്ട് ഫിനിഷായി. പക്ഷേ ഇടയ്ക്ക് വന്ന ഒരു ടൈറ്റ് അത് പഞ്ചാബ് ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷേ പഞ്ചാബിൻ്റെ ബോളിംഗ് നിര അടിപൊളിയായിട്ട് നിറഞ്ഞു, വേറെ ലെവൽ. കാരണം ഗില്ലിനും നമ്മുടെ ബട്ട്ലറിനും ഒക്കെ നല്ല സ്റ്റാർട്ടിങ് കിട്ടിയതാണ്. പക്ഷേ മെല്ലപ്പോക്കാരനയിലും ഒരു നല്ല സ്റ്റാർട്ട് കിട്ടിയതാണ്. അതൊരു വലിയ ഇന്നിങ്സുകളിലേക്ക് പോവാതിരിക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ട് എറിഞ്ഞു. ജാൻസൺ എറിഞ്ഞു, ചാഹൽ എറിഞ്ഞു, എല്ലാവരും എക്സെപ്ഷനലി വെല്ലായിട്ട് എറിഞ്ഞു. പിന്നെ ഞാനിപ്പം തിരുവല്ലയിൽ ഒരു ജസ്റ്റ് ടർഫിൽ കളിക്കാൻ പോയിട്ട് വരികയാണ് കേട്ടോ. ഞാൻ തിരിച്ചു വന്ന വഴിക്ക് ബൈക്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ അല്ലെങ്കിൽ തിരുവല്ലക്കാരൻ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത് പഞ്ചാബ് കിങ്സിനെയാണ്. കാരണം ഇവിടുന്ന് പോയൊരു മുത്തുണ്ട്. ഒരുപാട് സ്ട്രഗിളിലൂടെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരാൾ പഞ്ചാബിൽ, അതായത് IPL കളിക്കാൻ പോകുമെന്ന് പറയുന്ന ചെറിയ കാര്യമൊക്കെയാണോ? അത്രയും വലിയ സ്വപ്നമാണ്. നമ്മുടെ നാട്ടുകാരൻ വിഷ്ണു വിനോദ് അത്ര ലെവലായിട്ട് കളിക്കുന്നത്. നമ്മൾ കൊല്ലം സെയിലേഴ്സിൽ KCL നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആളുടെ സിക്സുകൾ, എസ്പെഷ്യലി 1 ഹാൻഡഡ് സിക്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലെയറാണ്. നമ്മുടെ നാട്ടുകാരനാണ്. പണ്ട് ചെറുപ്പത്തിൽ ഞാൻ പുള്ളിയുടെ കൂടെ ടെന്നീസ് ബോളൊക്കെ കളിച്ചിട്ടുണ്ട്. സോ ഭയങ്കര സന്തോഷം. ഇപ്പം ഞാൻ എൻ്റെ പ്രവചനം തെറ്റിക്കഴിഞ്ഞാലും ആളുടെ ടീമാണല്ലോ ജയിച്ചത്. അപ്പോൾ ആൾക്കും വരുന്ന ദിവസങ്ങളിൽ മാച്ചിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. പഞ്ചാബിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പുള്ളി പ്രാക്ടീസ് ചെയ്ത വീഡിയോസൊക്കെ വേറെ ലെവലിൽ സിക്സുകളൊക്കെ കിടപ്പുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും വിഷ്ണു വിനോദ് പഞ്ചാബ് കിങ്സ് മറക്കരുത്. ഈ IPL നമ്മുടെ സപ്പോർട്ടും വേണം ആൾക്കും ആളുടെ ടീമിനും. സോ ഇന്നത്തെ എൻ്റെ പ്രവചനം പാളി. നാളെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. പക്ഷേ കൂപ്പർ കൊനോലി നമ്മൾ അണ്ടർ-19 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും പുള്ളി വേറെ ലെവൽ പെർഫോമൻസ് ഒന്നും നടത്തിയില്ല. ഇന്നത്തെ ഇന്നിങ്സാണ് ഞാൻ കേട്ടതിൽ ഏറ്റവും മനോഹരമായ ഇന്നിങ്സ് ഉള്ളതെന്ന് ഓസ്ട്രേലിയൻ സീനിയർ ടീമിലും ഉണ്ട്. എന്തായാലും കൂപ്പർ കൊനോലി സല്യൂട്ട്.